നമസ്കാരം. ഇന്ന് കർക്കിടകം 30. വിഭീഷണന്റെ നിർദ്ദേശപ്രകാരം ഹനുമാൻ സ്വാമി അശോകവാടിയിലെത്തി സീതാദേവിയുടെ കാര്യങ്ങളൊക്കെ ഉണർത്തിക്കുകയാണ്. രാമദേവൻ രാവണനെ വധിച്ച കാര്യവും വിഭീഷണനെ ലങ്കാധിപതിയായിട്ട് വാഴിച്ച കാര്യമൊക്കെ സീതാദേവി ഹനുമാനിൽ നിന്നും അറിയുകയാണ്. വിഭീഷണന്റെ നിർദ്ദേശപ്രകാരം ലങ്കാവാസികളായ സ്ത്രീകളെല്ലാം സീതാദേവിയുടെ അടുത്തെത്തി ആഭരണങ്ങളും ആഭൂഷണങ്ങളൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ സീതാദേവി പറയുന്നുണ്ട്, ഞാനിപ്പോഴും വനവാസത്തിൽ തന്നെയാണ്, എനിക്ക് ഈ രാജകീയ വസ്ത്രങ്ങളൊന്നും ഇപ്പോൾ അണിയാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ശേഷം അവർ പുഷ്പങ്ങൾ കൊണ്ട് നിർമ്മിച്ച മാലയും മറ്റ് ആഭരണങ്ങളുമെല്ലാം സീതാദേവി അണിയിച്ച് സീതാദേവിയെ രാജകീയ പല്ലക്കിൽ എഴുന്നള്ളിച്ചുകൊണ്ട് ശ്രീരാമദേവന്റെ പക്കലേക്ക് കൊണ്ടുപോവുകയാണ്. സീതാദേവിയെ കാണാനായിട്ട് വാനരപ്പട അത്യന്തം തിക്കും തിരക്കും കൂട്ടിയാണ് നിൽക്കുകയാണ്. ലങ്കാദിവാസികളായ സാധാരണ ജനങ്ങളൊക്കെ സീതാദേവിയുടെ പാതിവൃത്യത്തിൽ സംശയം പ്രകടിപ്പിച്ചു തുടങ്ങി. ഇതെല്ലാം സീതാദേവിയും അതുപോലെ തന്നെ ശ്രീരാമചന്ദ്രനും കേട്ടുകൊണ്ടിരിക്കുകയാണ്. വാനരപ്പട മുഴുവൻ സീതാദേവിയെ കാണാനായിട്ട് തിക്കും തിരക്കും ബഹളമൊക്കെ കൂട്ടുന്നുണ്ട്. അപ്പോൾ ശ്രീരാമസ്വാമി പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും സ്വന്തം മാതാവിനെ കാണുന്നത് പോലെ സീതാദേവിയെ പോയി കണ്ടിട്ട് വരൂ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വാനരപ്പട എല്ലാവരും സീതാദേവിയെ കണ്ട് സീതാദേവിയുടെ അനുഗ്രഹമൊക്കെ മേടിക്കുന്നുണ്ട്. ശേഷം സീതാദേവിയോട് ശ്രീരാമസ്വാമി പറയുന്നുണ്ട്, പരിശുദ്ധിക്ക് വേറൊരു വാക്കുണ്ടെങ്കിൽ അത് സീതാദേവി തന്നെയാണ്. പക്ഷേ സാധാരണ ജനങ്ങൾക്ക് ദേവിയുടെ പാതിവൃത്യ ശുദ്ധിയിൽ സംശയമുണ്ട്. ആ സംശയം ദൂരീകരിച്ചു കൊടുക്കേണ്ടത് എൻ്റെ കൂടി കടമയാണൊക്കെ ശ്രീരാമദേവൻ സീതാദേവിയോട് പറയുന്നുണ്ട്. അപ്പോൾ സീതാദേവി പറയുന്നുണ്ട്, ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ സ്വത്ത് എന്ന് പറയുന്നത് അവളുടെ പാതിവൃത്യ ശുദ്ധിയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പാതിവൃത്യ ശുദ്ധി തെളിയിക്കാൻ ഞാൻ ഒരുക്കമാണ്. അങ്ങനെ സീതാദേവിയുടെ മുന്നിൽ ഒരു അഗ്നികുണ്ഡം നിർമ്മിക്കുകയാണ്. സീതാദേവി അഗ്നികുണ്ഡത്തെ 3 വട്ടം വരം വെച്ച് അഗ്നിപ്രവേശം ചെയ്യുന്നു. ശേഷം അഗ്നിദേവൻ പ്രത്യക്ഷപ്പെട്ട് സീതാദേവി പാതിവൃത്യ ശുദ്ധിയുള്ളവളാണെന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വിളിച്ചു പറയുകയാണ്. അങ്ങനെ സീതാദേവി വീണ്ടും ശ്രീരാമദേവന്റെ പക്കലേക്ക് വരികയാണ്. ഇതിന് വേറൊരു കാരണം കൂടിയുണ്ട്. സീതാദേവിയുടെ പാതിവൃത്യ ശുദ്ധിയിൽ ഒരിക്കലും ശ്രീരാമദേവന് സന്ദേഹം ഉണ്ടായിരുന്നില്ല. 2 കാര്യങ്ങളാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഒന്ന്, പ്രകൃതി പോലും സീതാദേവിയുടെ പാതിവൃത്യ ശുദ്ധിയിൽ സംശയിക്കുന്ന ശ്രീരാമദേവന് തെളിയിക്കണമായിരുന്നു. രണ്ടാമത്തെ കാര്യം, പഞ്ചവടിയിൽ താമസിക്കുന്ന സമയം മാരീച്ചന്റെ സഹായത്തോടെ രാവണൻ സീതാദേവിയെ കട്ടുകൊണ്ടു പോകാനായിട്ട് വന്ന സമയത്ത് സീതാദേവി അഗ്നിമണ്ഡലത്തിൽ ഒളിപ്പിച്ച് മായാസ്ഥിതിയാണ് പർണശാലയിൽ ശ്രീരാമസ്വാമി നിർത്തിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവണവധത്തിന് ശേഷം ആ അഗ്നിമണ്ഡലത്തിൽ നിന്നും യഥാർത്ഥ സീതാദേവിയെ വീണ്ടെടുക്കണമായിരുന്നു. അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടാണ് അഗ്നിപരീക്ഷ അവിടെ നടത്തിയിരുന്നത്. അങ്ങനെ സീതാദേവിയുടെ അഗ്നിപരീക്ഷയ്ക്ക് ശേഷം സമസ്ത ദേവഗണങ്ങളും സീതാദേവിക്ക് വന്ന് സ്തുതിയൊക്കെ ചൊല്ലുന്നുണ്ട്. അങ്ങനെ അവർ അയോധ്യയിലേക്ക് യാത്ര തിരിക്കുകയാണ്. വിഭീഷണൻ പുഷ്പവിമാനം കൊണ്ടുവരികയും വിഭീഷണൻ പറയുന്നുണ്ട്, അങ്ങയുടെ അയോധ്യ രാജ്യവും അങ്ങയുടെ രാജ്യാഭിഷേകവും ഞങ്ങൾക്കും കാണണമെന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങളും അങ്ങയുടെ കൂടെ പോകട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ശ്രീരാമസ്വാമി പറയുന്നുണ്ട്, നിങ്ങളുടെ സഹായം കൊണ്ട് മാത്രമാണ് എനിക്ക് രാവണനെ കൊല്ലാനും സീതാദേവി വീണ്ടെടുക്കാനും സാധിച്ചത്. അപ്പോൾ നിങ്ങളും എൻ്റെ കൂടെ അയോധ്യയിലിട്ട് പോരൂ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സമസ്ത വാനര സേനയോടും വാനരപ്പടയോടുമൊപ്പം ശ്രീരാമദേവനും സീതാദേവിയും ലക്ഷ്മണകുമാരനും അയോധ്യയിലേക്ക് പുഷ്പവിമാനത്തിൽ പോവുകയാണ്. അപ്പോൾ പോകുന്ന സമയം ഹനുമാനെ വിളിച്ച് ഹനുമാനോട് പറയുന്നുണ്ട്, ഞങ്ങൾ ഉടനെ തന്നെ അയോധ്യയിലേക്ക് എത്തുമെന്ന് നന്ദിഗ്രാമത്തിൽ ചെന്ന് ഭരതകുമാരനോട് പറയാനൊക്കെ ഹനുമാൻ സ്വാമിയോട് ശ്രീരാമസ്വാമി പറയുന്നുണ്ട്. അങ്ങനെ ഹനുമാൻ നന്ദിഗ്രാമത്തിലേക്ക് പോവുകയാണ്. അയോധ്യയിലേക്കുള്ള യാത്രയുടെ ഇടയ്ക്ക് ശ്രീരാമസ്വാമി സീതാദേവിക്ക് സ്ഥലങ്ങളെല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട്. ലങ്കയിലേക്ക് വരാനായിട്ട് അവർ നിർമ്മിച്ച സേതുവും അതുപോലെ തന്നെ ഭാര്യയെ നിഗ്രഹിച്ച ഋഷ്യമുഖാചലവും അങ്ങനെ സീതാദേവി അന്വേഷിക്കുന്ന സമസ്ത ലോകങ്ങളും രാമദേവൻ സീതാദേവിയെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ സമയം ഹനുമാൻ അയോധ്യയിലെത്തുകയും നന്ദിഗ്രാമത്തിലുള്ള ഭരതകുമാരൻ്റെ അടുത്ത് നിന്നിട്ട് ശ്രീരാമദേവനും സീതാദേവിയും ലക്ഷ്മണകുമാരനും പുഷ്പകുമാരത്തിലേറെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്നൊക്കെ പറയുകയാണ്. ഇത് കേട്ട ഭരതസ്വാമി ഭടന്മാരോട് പറയാണ്, ശ്രീരാമദേവൻ അയോധ്യയിലേക്ക് വരുന്നുണ്ട്, അതിന് മുന്നോടിയായിട്ട് അയോധ്യ നഗരം അലങ്കാരപൂരിതമാക്കുക, സർവ്വക്ഷേത്രങ്ങളിലും യാഗങ്ങളും അഗ്നിഹോമങ്ങളും നടത്തുക, അയോധ്യ നഗരം മുഴുവൻ ദീപാവലി ആഘോഷിക്കാനൊക്കെ ഭരതകുമാരൻ ഭടന്മാരോട് പറയുന്നുണ്ട്. അങ്ങനെ ശ്രീരാമസ്വാമി പുഷ്പവിമാനത്തിൽ അയോധ്യയിലേക്ക് വന്നിറങ്ങുകയാണ്. മാതൃജനങ്ങളും സഹോദരന്മാരും എല്ലാവരും അവരെ വന്ന് സ്വീകരിക്കുകയാണ്. അങ്ങനെ ശ്രീരാമസ്വാമിയുടെ പാദകം ശിരസിലേറ്റി ശ്രീരാമസ്വാമിക്ക് മുന്നേ ഭരതകുമാരൻ അവരെ ആനയിച്ച് അയോധ്യ നഗരത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. വസിഷ്ഠ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം പിറ്റേ ദിവസം തന്നെ ശ്രീരാമസ്വാമിക്ക് രാജ്യാഭിഷേകം നിശ്ചയിക്കുന്നു. സ്വർണ്ണക്കുടത്തിൽ 10,008 തവണ ശ്രീരാമദേവനെ പുണ്യനദികളിൽ നിന്നുള്ള അഭിഷേകം ചെയ്യുന്നു. ശേഷം ശ്രീരാമദേവനും സീതാദേവിക്കും രാജകീയ വസ്ത്രങ്ങളും ആഭൂഷണങ്ങളും നൽകി അവരെ അലങ്കരിക്കുകയാണ്. അതേസമയം സുമന്ത്രരെ രാജകീയമായ രഥം കൊണ്ടുവന്ന് നിർത്തുന്നു. അങ്ങനെ സീതാദേവിയും ശ്രീരാമദേവനും രഥത്തിലേറി അവർ ആഘോഷപൂർവ്വം രാജധാനിയായിട്ട് നടന്നു നീങ്ങുകയാണ്. അവർക്ക് അകമ്പടിയായിട്ട്
ആനകളും തേരാളികളും കുതിരപ്പട്ടാളങ്ങളും വാനരസേനയും അതുപോലെ തന്നെ അയോധ്യയിലെ മറ്റു പ്രജകളും എല്ലാവരും അവർക്ക് അകമ്പടി സേവിക്കുന്നു. ശംഖുനാദത്തിന്റെ ധ്വനിയോട് കൂടിയിട്ട് അവരെ രാജധാനിയിലേക്ക് പ്രവേശിക്കുകയാണ്. വസിഷ്ഠ മഹർഷി അവരെ ആചാര്യപൂർവ്വം രാജസദസ്സിലേക്ക് കൊണ്ടുവരികയും രത്നസിംഹാസനത്തിൽ ഇരുത്തുകയും ചെയ്യുന്നു. ശേഷം ഇന്ദ്രദേവൻ നൽകിയ അമൂല്യമായ രത്നങ്ങൾ പതിച്ച ആഭൂഷണങ്ങൾ ശ്രീരാമദേവനെ അണിയിക്കുകയാണ്. അങ്ങനെ വസിഷ്ഠ മഹർഷി അയോധ്യ രാജ്യത്തിന്റെ അമൂല്യമായ രാജകിരീടം ശ്രീരാമദേവന്റെ ശിരസിൽ വെച്ച് ശ്രീരാമദേവന് രാജ്യാഭിഷേകം ചെയ്യുന്നു. ഇത് കണ്ട ദേവഗണങ്ങളും യക്ഷ ഗന്ധർവ കിന്നര അപ്സരസുകളെല്ലാവരും ആകാശത്ത് പുഷ്പവൃഷ്ടിയും ശംഖുനാദവും മുഴക്കുകയാണ്. അങ്ങനെ സമസ്ത ബ്രഹ്മാണ്ടവും സീതാദേവിയെയും ശ്രീരാമദേവനെയും പാടി സ്തുതിക്കുന്നു. അങ്ങനെ ശ്രീരാമദേവന്റെ രാജ്യാഭിഷേകത്തിന് ശേഷം രാമരാജ്യത്തിന്റെ സ്ഥാപനവും നടന്നു കഴിഞ്ഞു. രാജ്യാഭിഷേകത്തിന് ശേഷം സമസ്ത വാനരപടയ്ക്കും ശ്രീരാമദേവൻ അനുഗ്രഹങ്ങളും സമ്മാനങ്ങളും എല്ലാം വാരിക്കോരി കൊടുക്കുന്നുണ്ട്. അവരെ എല്ലാ വിധത്തിലും സന്തോഷിപ്പിക്കുകയാണ് ശ്രീരാമദേവൻ. അങ്ങനെ മാറി നിൽക്കുന്ന ഹനുമാനെ കണ്ടിട്ട് ശ്രീരാമസ്വാമി വിളിക്കുന്നുണ്ട്. ഹനുമാൻ എന്ത് അനുഗ്രഹമാണ് ഞാൻ തരേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീരാമസ്വാമിയോട് ഹനുമാൻ പറയുന്നുണ്ട്, അങ്ങയുടെ നാമവും അങ്ങയുടെ കഥകളും ഈ ഭൂമിയിൽ എത്ര കാലം നിലനിൽക്കുന്നോ അത്രയും കാലം എനിക്കിവിടെ ജീവിക്കണമെന്നൊക്കെ ഹനുമാൻ സ്വാമി പറയുന്നുണ്ട്. ഇത് കേട്ട ശ്രീരാമസ്വാമിയും സീതാദേവിയും ഹനുമാനെ അനുഗ്രഹിക്കുന്നുണ്ട്. നീ ചിരഞ്ജീവിയായിരിക്കും. ആരെല്ലാം എന്നെക്കുറിച്ച് പറയുന്നു, എൻ്റെ കഥകൾ കേൾക്കുന്നു, അവരെല്ലാവരും നിന്റെ നാമം ഉച്ചരിക്കും. എൻ്റെ പേരിനോടൊപ്പം നിന്റെ നാമങ്ങളും ജനങ്ങൾ പാടി പുകഴ്ത്തുമെന്നൊക്കെ ശ്രീരാമസ്വാമിയും സീതാദേവിയും ഹനുമാൻ സ്വാമിക്ക് ആശീർവാദങ്ങളൊക്കെ കൊടുക്കുകയാണ്. അങ്ങനെ വിഭീഷണനും സുഗ്രീവനും അംഗദനും ബാക്കി എല്ലാ വാനരസേനയ്ക്കും ശ്രീരാമസ്വാമിയും സീതാദേവിയും അനുഗ്രഹങ്ങളൊക്കെ കൊടുക്കുന്നു. അങ്ങനെ മഹോന്നതമായ ശ്രീരാമരാജ്യം സ്ഥാപിതമായി. ജയ് ശ്രീറാം.